അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഇന്നലെ ജുമാക്ക് കേട്ട ആ ഒരു വാർത്ത ഏറെ വേദനിപ്പിക്കുന്നതും സഹിക്കാൻ പറ്റാത്തതുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, മരണവാർത്തയാണ്. എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഇവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നത് കൊണ്ടാവാം നമ്മൾ നമ്മുടെ പാപങ്ങളിൽ നിന്നും കൈച്ചലായി പോവുക. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുകയാണ്. 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഒരു രോഗവുമില്ല, ആരോഗ്യ പ്രശ്നവുമില്ല. നല്ല ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരൻ ഇന്നലെ ജുമുഅ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. എന്താണ് നമ്മുടെ മക്കൾക്കൊക്കെ പറ്റിയത്? ചെറിയ ചെറിയ മക്കളാണ് ഇതുപോലെ പെട്ടെന്ന് അറ്റാക്കായി മരണപ്പെട്ടു പോകുന്നത്. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. മരണപ്പെട്ടവർ പടച്ചറബിലേക്കാണ് മടങ്ങിയത്. പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്നവരുണ്ട്, അവരുടെ മാതാപിതാക്കൾ. അവരുടെ കാര്യമാണ് ഏറെ സങ്കടമാകുന്നത്. മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. ഇന്ന് അവർ ജീവിക്കുന്നത് തന്നെ പടച്ചറബിനെ ഭയന്നാണ്. ചിലരൊന്നും ഈ ലോകത്തെ അല്ലാത്തതുപോലെയാണ് ജീവിച്ചു പോകുന്നത്. എങ്ങനെയെങ്കിലും ജീവിതം ജീവിച്ചങ്ങ് തീർക്കണം. മക്കളുടെ വേർപാട് സഹിക്കാനാവാതെ എത്രയെത്ര മാതാപിതാക്കളുടേതാണ് മാനസിക നില തന്നെ തെറ്റിപ്പോയത്. ഇന്ന് അവരൊന്നും ഈ ലോകത്തെയല്ല. ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഇതെന്താണ് സംഭവിക്കുന്നത്? പൊന്നുമോൻ്റെ പെട്ടെന്നുള്ള ആ ഒരു മരണത്തിൽ ആ ഒരു കുടുംബം വല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. മരണപ്പെട്ടിരിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാട് കരിമ്പ പള്ളിപ്പീടിയിൽ കളത്തിൽ വീട്ടിൽ ഹംസയുടെ മകൻ ഹസീബാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചറബ്ബ പൊന്നുമോൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു പ്രവാസിയുടെ മരണവും അറിയിക്കാനുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പ്രവാസിയായവൻ. എല്ലാ ആളുകളും പ്രവാസിയാകുന്നത് ഇതുപോലെ തന്നെയാണ്. എന്തൊക്കെയോ സ്വപ്നങ്ങളും മനക്കോട്ടയും കെട്ടിയാണ് അവർ നമ്മോട് യാത്ര പറഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. തിരിച്ചു വരുന്നതോ എത്രയെത്ര പ്രവാസികളാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. ഇന്ന് മിക്ക പ്രവാസികളും മരണപ്പെടുന്നത് അറ്റാക്ക് മൂലം തന്നെയാണ്. പടച്ചറബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 വർഷമായി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് റിയാദിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുന്നു. ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു. എന്തൊക്കെയോ ചെയ്തു തീർക്കാൻ ഇനിയും ബാക്കി നിൽക്കെ അവൻ പടച്ചറബ്ബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി പോവുകയാണ്. 39 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടുപോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സൗദി അറേബ്യയിലെ റിയാദിൽ ജോലി ചെയ്തു വരികയായിരുന്ന എറണാകുളം ആലുവ തൈക്കാട്ടുകര സ്വദേശി കരക്കയിൽ തഫ്സീറാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. പെട്ടെന്ന് വയ്യാതാവുകയും ഉടനെ തന്നെ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണത്തിന് കീഴടങ്ങിയത്. സ്വപ്നങ്ങൾ താണ്ടിപ്പോയവനെ കാത്തിരുന്നവർ കേട്ടത് അവൻ്റെ മരണവാർത്തയായിരുന്നു. ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. കുടുംബത്തിൻ്റെ എന്തൊക്കെയോ പ്രതീക്ഷകളായിരുന്നു ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. ഇവിടെ നഷ്ടമായിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവനും ഒരു കുടുംബത്തിൻ്റെ ജീവിതവുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലുള്ള വാർത്തകളിലൂടെ ഓരോ കുടുംബത്തിൻ്റെയും വേദനയിലാണ് പങ്കുചേർന്നത്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ഓരോ ഫാത്തിഹ വീതം ഓതി ഇവരുടെ ഖബറിലേക്ക് എത്തിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. ഓരോ മരണത്തിലൂടെയും ആ കുടുംബത്തിന് നഷ്ടമാകുന്നത് എന്തൊക്കെയോ പ്രതീക്ഷകളാണ്. ഒരു കുടുംബം തന്നെ നിശ്ചലമായി പോവുകയാണ്. കേൾക്കുന്ന നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ദുആ ചെയ്യണം. മക്കൾക്ക് വേണ്ടി എല്ലാവരും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. 5 നേരവും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ എല്ലാവരെയും കാക്കണേ അല്ലാഹ്. പടച്ചറബ്ബേ, ചെറുപ്പക്കാരാണ് റബ്ബേ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ.
അപകട മരണത്തിൽ നിന്നും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.